സൗദി അറേബ്യയുടെ ജലസമ്പത്ത് വർദ്ധിപ്പിക്കാനും ഉപഭോഗം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ജലസമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കമാകും. റിയാദ് ഫെയർമൗണ്ട് ഹോട്ടലിലാണ് സമ്മേളനം. സൗദിയിൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള ജലത്തിന്റെ ഭൂരിഭാഗവും എത്തുന്നത് കടൽവെള്ളം ശുദ്ധീകരിച്ചാണ്. ഇതര മേഖലകളിലെ ജലസാന്നിധ്യം താരതമ്യേന കുറവാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്നതിൽ മുൻപന്തിയിലാണ് സൗദി അറേബ്യ. ഇത് കുറയ്ക്കാനുള്ള വഴികളും കൂടുതൽ ജലസാന്നിധ്യ മേഖലകൾ കണ്ടെത്തലും ഫോറത്തിന്റെ ലക്ഷ്യമാണ്. ജല ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങളടക്കം പരിചയപ്പെടുത്തുന്ന എക്സിബിഷനാണ് പ്രധാന ആകർഷണം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പ്രവേശനം. ഈ മേഖലയിലെ ആഗോള കമ്പനികളുമുണ്ട് സമ്മേളനത്തിന്. ആഗോള താപനമടക്കമുള്ള കാര്യങ്ങൾ ഫോറം ചർച്ച ചെയ്യും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. മക്കയിലെ ജബലുൻ സൗർ മലകൾ ശുചീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ തുടങ്ങുന്നു. മക്കയിലെ ടൂറിസം പുരാവസ്തു വകുപ്പിന് കീഴിലാണ് പദ്ധതി. ഇരു ചരിത്ര സ്ഥലങ്ങളും വൃത്തിയിൽ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. പല ഭാഷകളിലായാണ് ബോധവൽക്കരണ പദ്ധതി. വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് ഇരു മലകളും വൃത്തിയാക്കുന്ന ക്യാമ്പയിൻ. 2 മലകളും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തും. പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് കാരണമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തും. ക്യാമ്പയിനിലൂടെ വിശുദ്ധ സ്ഥലങ്ങളുടെ അന്തരീക്ഷം മികച്ചതാക്കുകയാണ് ലക്ഷ്യം. മക്കയിലെ നിരവധി ഹോട്ടലുകളുമായി സഹകരിച്ചും പദ്ധതി വിപുലമാക്കും. മീഡിയ 1, മക്ക. ഖത്തറിലെ റോഡ്, റെയിൽ, സമുദ്ര ഗതാഗത സംവിധാനങ്ങൾക്കെല്ലാം കൂടി ഏകീകൃത ടിക്കറ്റ് സംവിധാനം ഒരുങ്ങുന്നു. പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതോടെ കർവ ടാക്സികൾ, ബസ്സുകൾ, ദോഹ മെട്രോ എന്നിവയിലേക്കുള്ള ടിക്കറ്റുകളെല്ലാം സ്മാർട്ട് ഫോണുകളിലൂടെയും ആപ്പിൾ വാച്ചിലൂടെയും എടുക്കാൻ കഴിയും. ഖത്തറിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ജനപ്രിയമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗതാഗത മന്ത്രാലയം പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. റോഡ്, റെയിൽ, സമുദ്രയാത്രകൾക്കെല്ലാം കൂടി ഏകീകൃത സ്മാർട്ട് ടിക്കറ്റിംഗ് സംവിധാനമാണ് നടപ്പാക്കുക. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതിയുടെ നിർവഹണം. സിംഗപ്പൂരിലെ MSI ഗ്ലോബൽ, ഗൾഫ് ബിസിനസ് മെഷീൻസ് ഖത്തർ എന്നീ സ്ഥാപനങ്ങളുമായി ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം ഇതു സംബന്ധിച്ച പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു. പുതിയ സംവിധാനം അടുത്ത വർഷം പ്രാബല്യത്തിൽ വരുന്നതോടെ കർവ ടാക്സികൾ, കർവ ബസ്സുകൾ, ദോഹ മെട്രോ, ലുസൈൽ ലൈറ്റ് ട്രാൻസിറ്റ് എന്നിവയിലേക്കെല്ലാമുള്ള ടിക്കറ്റുകൾ സ്മാർട്ട് ഫോണിലൂടെയും ആപ്പിൾ വാച്ചുകളിലൂടെയും എടുക്കാൻ സാധിക്കും. ഖത്തറിലെ പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം സമഗ്രമായി സംയോജിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇതിലൂടെ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ സംഭാവന ഉറപ്പാക്കാനും പുതിയ സംവിധാനം ഉപകരിക്കുമെന്ന് ഗതാഗത വാർത്താവിനിമയ മന്ത്രി ജാസിം സെയ്ഫ് അൽ സുലൈത്തി പറഞ്ഞു. ഖത്തർ റെയിലിന്റെ ആധുനിക പൊതുയാത്രാ സംവിധാനങ്ങളായ ദോഹ മെട്രോ, ലുസൈൽ ലൈറ്റ് ട്രാൻസിറ്റ് എന്നിവ അതിവേഗം പ്രവർത്തന സജ്ജമായി വരികയാണ്. പുതിയ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ഏറെ സൗകര്യവും സമയലാഭവും ഉണ്ടാകും. നിലവിൽ കർവ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ മുൻകൂർ പണമടച്ച് കാർഡ് വാങ്ങേണ്ടതുണ്ട്. ഭാവിയിൽ ഖത്തർ വികസിപ്പിക്കുന്ന സമുദ്ര ഗതാഗത സംവിധാനങ്ങളിലേക്കും സംയോജിത സംവിധാനത്തിലൂടെ ടിക്കറ്റ് എടുക്കാനാകും. മീഡിയ 1, ദോഹ. സൗദി എയർലൈൻസിന്റെ ആഭ്യന്തര വിദേശ വിമാന സർവീസുകളിൽ ഇനി കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സേവനങ്ങളും ലഭ്യമാകും. സൗജന്യ WeChat, ഇൻസ്റ്റഗ്രാം സേവനങ്ങളാണ് കമ്പനി പുതുതായി ഒരുക്കിയിരിക്കുന്നത്. കുടുംബങ്ങളും കൂട്ടുകാരുമായി യാത്രയിൽ ബന്ധപ്പെടാനും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും പുതിയ സേവനം ഗുണമാകും. വിവിധ ക്ലാസുകളിലുള്ള യാത്രക്കാർക്കാണ് പുതിയ സേവനം ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ, iMessage, വാട്സാപ്പ് എന്നീ സേവനങ്ങളും സൗദിയ ഒരുക്കിയിരുന്നു. ഇതോടെ സൗദിയ വിമാനങ്ങളിൽ ലഭിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ എണ്ണം 5ആയി. ഇത്രയധികം സേവനങ്ങൾ ഒരുക്കിയ ലോകത്തെ ഏക വിമാന കമ്പനിയാകും സൗദി എയർലൈൻസ്. മീഡിയ 1, റിയാദ്. ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ പിൻവലിച്ചതോടെ ഒമാൻ എയർ കൂടുതൽ സർവീസുകൾ റദ്ദാക്കുന്നു. നാളെ വരെയുള്ള 56 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര മുടങ്ങിയവർക്ക് ലഭ്യമായ വിമാനങ്ങളിൽ റീബുക്കിംഗ് സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ദുബൈയിലെ ഷെയ്ഖ് സാഹിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് റോഡിൽ വേഗപരിധി കൂട്ടി. ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ദുബൈ അല്ലൈൻ റോഡിനും അൽ യലാസിസ് റോഡിനും ഇടയിലെ ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് റോഡിൽ ഉയർന്ന വേഗപരിധി മണിക്കൂറിൽ 90 കിലോമീറ്റർ എന്നത് 100 വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് RTA-യും ദുബൈ പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സും ചേർന്ന് വേഗപരിധി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇത് സംബന്ധിച്ച് സമഗ്ര പഠനം നടത്തിയതായി RTA-യുടെ ഗതാഗത റോഡ് എഞ്ചിനീയർ മെയ്ത ബിൻ അദായ് വ്യക്തമാക്കി. സ്പീഡ് ക്യാമറകൾ മണിക്കൂറിൽ 120 കിലോമീറ്ററായി സജ്ജീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി ദുബൈ പോലീസ് ചീഫ് ഓഫ് ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് കമാൻഡർ മേജർ ജനറൽ മുഹമ്മദ് സൈഫ് അൽ സഫീൻ പറഞ്ഞു. റോഡുകളിലെ ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ദുബൈ സർക്കാരിന്റെ നിലപാടുകൾക്ക് അനുസൃതമായി ദുബൈ പോലീസും RTA-യും തുടർച്ചയായി നടപടി സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, ദുബൈ.
കുവൈത്തിൽ ശൈത്യകാല തമ്പുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ നാളെ മുതൽ തുടങ്ങും. ശൈത്യകാല തമ്പുകൾ നിലനിർത്താനുള്ള അനുമതി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് നടപടി. അതിനുള്ളിൽ പൊളിച്ചു നീക്കാൻ തമ്പുടമകൾക്ക് മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും പൊളിച്ചു നീക്കാത്ത തമ്പുകൾ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യും. ഇത്തരം തമ്പുകളുടെ ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് 16-ന് മുമ്പ് ഉടമകൾ പൊളിച്ചു നീക്കാത്ത തമ്പുകൾ മുനിസിപ്പാലിറ്റി പൊളിച്ചുമാറ്റി 3 മാസത്തിന് ശേഷം സാധന സാമഗ്രികൾ ലേലം ചെയ്ത് വിൽക്കും. ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ തമ്പുകൾക്ക് ഇത് ബാധകമാണ്. പൊളിക്കുന്നതിന് മുന്നോടിയായി ആദ്യം തമ്പുടമകൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകും. എന്നാൽ ലൈസൻസ് ഇല്ലാത്തവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. തമ്പുകൾ നീക്കം ചെയ്യുന്നതിനായുള്ള ക്യാമ്പയിൻ മുനിസിപ്പാലിറ്റി നാളെ മുതൽ ആരംഭിക്കും. മുൻവർഷങ്ങളിൽ നിന്ന് വൈകിയാണ് ഇത്തവണ തമ്പ് ലൈസൻസ് വിതരണം ആരംഭിച്ചത്. സാധാരണ നവംബർ 15 മുതൽ ആരംഭിക്കാറുള്ള സീസൺ ഇക്കുറി ഡിസംബർ 31-നാണ് തുടങ്ങിയത്. ശീതകാലത്തിന് മുന്നോടിയായി രാജ്യത്ത് അനുഭവപ്പെട്ട കനത്ത മഴയിൽ മരുപ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതും ഗൾഫ് യുദ്ധകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട കുഴിബോംബുകളുടെ സാന്നിധ്യം പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചൂണ്ടിക്കാട്ടിയായിരുന്നു സീസൺ വൈകിപ്പിച്ചത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിലെ ബുറൈദയിൽ KMCC മുസ്ലിം ലീഗിന്റെ 70-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ബഷീർ വെള്ളില ഉദ്ഘാടനം ചെയ്തു. ഷാഫി കരുവാരക്കുണ്ട്, റഫീഖ് ചെമ്പ, മൂസ രണ്ടത്താണി തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി ഗായകൻ ഹാഷിം അബ്ബാസിന്റെ ഗാനമേളയും അരങ്ങേറി. പ്രവാസികളുടെ പ്രശ്നത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും അലംഭാവം കാണിക്കുന്നുവെന്ന പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉറച്ച നിലപാടില്ലെന്നാണ് പ്രവാസികളുടെ വിമർശനം. വോട്ടവകാശം, വിമാനക്കൂലി, ഗൾഫിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുമിച്ചുള്ള നടപടി വേണമെന്നാണ് ഗൾഫ് മലയാളികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ആവശ്യപ്പെടുന്നത്. ഗൾഫിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക സംഘടനകളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുള്ളവരാണ്. പാർട്ടികൾ തമ്മിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്നാണ് വിമർശനം. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രവാസികൾ ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തുവാനായി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളിൽ അതീവ സമ്മർദ്ദം ചെലുത്തിയാലേ നടക്കുകയുള്ളൂ. രാഷ്ട്രീയം മറന്നൊരുമിച്ചാൽ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാനാകൂ എന്ന നിലപാടിൽ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകരും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായ പ്രവാസികൾക്ക് വേണ്ടി കൊടിയും മറന്ന്, പ്രദേശം മറന്ന്, രാഷ്ട്രീയ പാർട്ടി മറന്ന് നമ്മളെല്ലാം പ്രവാസികൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എല്ലാവരും പ്രവാസികളെ സ്നേഹിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രവാസി വീണ്ടും പടിയപടിയാവും എന്നുള്ള യാതൊരു സംശയമില്ല. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ജനകീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാകണം. പ്രവാസികളുടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ആര് വന്നു കഴിഞ്ഞാലും മാറ്റമില്ലെന്നൊരവസ്ഥ മാറേണ്ടതുണ്ട്. അപ്പം അതിന് പ്രവാസികൾ കൂട്ടമായിരുന്നു കൊണ്ട് ജനകീയ വിഷയങ്ങൾ, പ്രവാസികളുടേതായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി സാധിക്കണം. ഗൾഫിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും വലിയ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സംഘടനാ പ്രവർത്തകർ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ വേണ്ടവിധം ചർച്ച ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അതൊരു തിരിച്ചടിയാകും. ബിനുവാസ് കൊട്ടാരക്കര, മീഡിയ 1, മസ്കറ്റ്.